ഹലോ ഗൈസ്, ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കുറച്ച് നാൾ എനിക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് എക്സാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു പുതിയ വീഡിയോസ് ഒന്നും ഇല്ലെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു പുതിയൊരു വീഡിയോ ചെയ്യുന്നതിലും നല്ലത് നമ്മൾ നേരത്തെ ചെയ്തൊരു വീഡിയോൻ്റെ ഒരു ഫോളോ അപ്പ് വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പം അവരുടെ കുറച്ച് ആൾക്കാരുടെ കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാനായിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഈ വീഡിയോ കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് ഇത് ഉപയോഗിക്കുന്നവർക്കായിരിക്കും. ഇത് മറന്നു കാണത്തില്ലല്ലോ, നമ്മുടെ ബോട്ടിന്റെ PartyPal 60 സ്പീക്കറാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ച് ഡൗട്ട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ വ്യൂവേഴ്സ് കുറച്ച് പേര് 2-3 ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് ഇതിന്റെ യൂസിന്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അവരുടെ ഫസ്റ്റ് ഡൗട്ട്. ഇതിന്റെ FM വർക്ക് ചെയ്യിക്കുന്ന എങ്ങനെയാണ്? നമ്മുടെ നോർമലായിട്ട് FM ഓൺ ആയി കഴിഞ്ഞാൽ ഇതിന്റെ FM വർക്ക് ചെയ്തില്ല. അതിന് കുറച്ച് ടെക്നോളജിയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഈ ആദ്യം പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നോർമലായിട്ട് ഇത് ജസ്റ്റ് അങ്ങ് ഓൺ ആക്കുക. ഇവിടെയാണ് സ്വിച്ച്. ഓൺ ആക്കുമ്പോൾ തന്നെ ഹായ് Power on. You've plugged into Nirvana. FM mode. FM മോഡ് ഓൺ ആക്കി കഴിയാൻ നേരത്ത് ഇതുപോലൊരു ഗ്രെയിൻസിന്റെ സൗണ്ടാണ് മാക്സിമം കേൾക്കുന്നത്. ഇപ്പം നമുക്ക് ഇവിടെ നെറ്റ്വർക്ക് ഉണ്ട്. അത് റേഞ്ച് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും വേവ് ലെങ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് നല്ലൊരു ഗ്രെയിൻസിന്റെ സൗണ്ടാണ് കേൾക്കുന്നത്. ഞാൻ സൗണ്ട് കേൾപ്പിച്ചു തരാം. ഞാൻ ഇതിനകത്ത് വേവ് ലെങ്തിന്റെ ഇത് കേൾക്കുന്നുണ്ട്. റേഡിയോ വേവ്സിന്റെ കറക്റ്റ് സൗണ്ട് നമുക്ക് കേൾക്കുന്നുണ്ട്. FM നിന്ന് വരുന്ന അവരുടെ സ്റ്റേഷനിൽ നിന്ന് വരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം നല്ല രീതിയിൽ നമുക്ക് കേൾക്കുന്നതെന്ന് പറഞ്ഞതിൻ്റെ ഗ്രെയിൻസ് ആണ്. ആ ഗ്രെയിൻ സൗണ്ട് മാറ്റി FM-ന്റെ അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പം അതിനുവേണ്ടി നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഈ സാധനമാണ്, നമ്മുടെ ഓക്സ് കേബിൾ. ഈ ഓക്സ് കേബിൾ ഇത് ഇവിടെ ഓക്സിൻ്റെ അതിലേക്ക് കണക്ട് ചെയ്യുക. ഇതിൽ നിന്നാണ് പിന്നെ ആൻറ്റിനയുടെ റിസീവറായി മാറുന്നത് ഈ കേബിളാണ്. ഇതുപോലത്തെ ഒരു കേബിൾ നമുക്ക് ഇതിൻ്റെ ഇൻബോക്സിൽ കാണും, ഉറപ്പായിട്ടും കാണും. ഈ സ്പീക്കർ മേടിക്കുന്നവർക്കാണ് കൂടുതൽ യൂസ്ഫുൾ ആവുന്നതെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യമല്ല. ഇതിൻ്റെ ബോക്സിൽ വരുന്ന ഒരു സാധനമാണ് ഇതുപോലത്തെ ഓക്സ് കേബിൾ. ഇതിപ്പം ഇതിൻ്റെ അല്ല, എൻ്റെ ഓക്സ് കേബിൾ ഉപയോഗം കുറച്ച് കൂടി വേറെ എവിടെയൊക്കെ ആയിപ്പോയി. കുറേ പേര് എടുത്തുകൊണ്ട് പോയി. അത് നോക്കില്ല, ഇതിപ്പോൾ വേറെ ഓക്സ് കേബിൾ എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് ഇതിനു വേണ്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തോട്ടുള്ള ആൻറ്റിന. നമ്മൾ സൗണ്ട് കൂട്ടും. നേരത്തെ ആ ഒരു സൗണ്ടിന്റെ ഡിഫറൻസ് ഇപ്പം മനസ്സിലാവും നമുക്ക്. കുറച്ചും കൂടി ആ പാട്ട് FM നിന്ന് വരുന്ന ആ ഒരു ഇത് സൗണ്ട് കുറച്ചും കൂടി കൂടിയിട്ടുണ്ട്. ഇനി കറക്റ്റ് നമ്മൾ റേഞ്ച് അനുസരിച്ച് കറക്റ്റ് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ നല്ല സൗണ്ടിൽ കിട്ടും അത്. അപ്പൊ നമുക്ക് ഇതുപോലെ നല്ല സൗണ്ടിൽ കിട്ടുന്നത് നമ്മൾ കറക്റ്റ് രീതിയിൽ നമ്മൾ ഇതങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഇവിടെ അല്ല സാധാരണ യൂസ് ചെയ്യാറ്. ഇവിടെ ഇപ്പൊ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോ ഇവിടെ വെച്ച് റേഞ്ച് കിട്ടുന്ന ഒരു സ്പോട്ട് കണ്ടുപിടിച്ച് നമ്മളിപ്പോ കാണിച്ചു തരുന്നത്. നമ്മൾ സാധാരണ താഴത്ത് വെച്ചാണ് പാട്ട് കേൾക്കാറൊക്കെ. അപ്പം ഇതിന്റെ ഇപ്പൊ ഈ ഒരു ലെവലിൽ എത്താൻ നേരത്താണ് കറക്റ്റ് സൗണ്ട് കേൾക്കുന്നത്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ടൈലൊക്കെ കിട്ടുവാണെങ്കിൽ ജസ്റ്റ് ഒരു സ്ട്രാപ്പ് ചെയ്തൊന്ന് വെച്ചാൽ മതി. നമ്മുടെ ചെറിയ ടൈ ഒക്കെ കാണുമല്ലോ, ടൈ വലിച്ചങ്ങ് കെട്ടി വെച്ച് കഴിഞ്ഞാൽ സാധനം സെറ്റാണ്. പിന്നെ ഇവിടെ വെച്ച് യൂസ് ചെയ്യാൻ നേരത്ത് സിമ്പിളായിട്ട് പാട്ട് കേൾക്കാം. അപ്പൊ അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഡൗട്ട് എന്ന് പറഞ്ഞ ആൾക്കാരുടെ. ഇനി അടുത്തതിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഡൗട്ട് ചോദിച്ചിരിക്കുന്നത് ഇതാണ്, ഇതിൻ്റെ റെക്കോർഡിംഗ് ഫീച്ചേഴ്സ് ഒക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്, അത് ഏത് ഫോർമാറ്റിലാണ് വർക്ക് ആവുന്നത്, അതുപോലെ തന്നെ പെൻഡ്രൈവിലാണോ അതോ കാർഡ് ഇടുമ്പോഴാണോ വർക്ക് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെയുള്ള കുറച്ച് ഡൗട്ടുകളൊക്കെയാണ്. അപ്പം അതെങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞുതരാം. ഇപ്പം റെക്കോർഡിൻ്റെ കാര്യങ്ങളും റെക്കോർഡിങ്ങും അത് പ്ലേ ചെയ്യുന്നത് എങ്ങനെയാണ്, ഏത് ഫോർമാറ്റിൽ വരും, ആ ഡീറ്റെയിൽസൊക്കെ നമുക്കിപ്പോൾ കാണിച്ചു തരാം ഞാൻ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ റെക്കോർഡിംഗ് ഓപ്ഷൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ്. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്നൊരു പെൻഡ്രൈവ് ആണ്. പെൻഡ്രൈവ് ഡയറക്റ്റ് ഇതിലേക്ക് കണക്ട് ചെയ്യുക. ഓക്കെ, കണക്ട് ചെയ്തു. ഇതിൽ നിന്ന് മോഡിൽ നിന്ന് നമ്മൾ USB സെലക്ട് ചെയ്യുക.
അപ്പോൾ നമ്മൾ ഇതിനകത്ത് USB കണക്ട് ചെയ്ത് USB മോഡിലാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇതിനകത്ത് എന്തെങ്കിലും പാട്ടുകൾ ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഇതിൽ പ്ലേ ആവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഈ ഓട്ടോ സ്കാൻ്റെ അവിടെ തന്നെ പ്ലേയും പോസും ബട്ടൺ ഉണ്ട്. ഇതിവിടെ ഈ ബട്ടൺ കണ്ടോ, ഈ ബട്ടണിൽ നമ്മൾ നേരെ പോസ് ചെയ്യുക, ഒരൊട്ടം ഞെക്കുമ്പോൾ തന്നെ പോസ് ആവും അത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ഓൾറെഡി മൈക്ക് കുത്തി വെച്ചിട്ടുണ്ട്, നമ്മൾ ഇനിയുള്ള മൈക്കിലാണ്. അപ്പോൾ കരോക്കെ ഇതിനകത്ത് കിട്ടത്തില്ല. അവർ നേരത്തെ ചോദിച്ചൊരു ചോദ്യമായിരുന്നു, കരോക്കെ വെച്ച് പാടിക്കഴിഞ്ഞാൽ കിട്ടുമോ എന്നുള്ളത്. അപ്പം കരോക്കെ അപ്പോൾ കിട്ടത്തില്ല. അപ്പോൾ നമുക്കിത് മൈക്ക് എടുക്കാം, മൈക്ക് എടുത്ത് അപ്പം നമ്മളിവിടെ പോസ് ചെയ്യുക. പോസ് ചെയ്തിട്ട് ഈ റെക്കോർഡിൻ്റെ ബട്ടൺ ഉണ്ട് ഇവിടെ, ഇതിൽ ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് പ്രസ് ചെയ്യുക, ഇട്ട് വിടാൻ നേരത്തെ റെക്കോർഡിങ് ഓൺ ആവും. ഇപ്പോൾ ഇവിടെ റെക്കോർഡിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മൾ ഈ എത്ര നേരം റെക്കോർഡ് ആവുന്നോ അതിനനുസരിച്ച് ഇവിടെ റെക്കോർഡിങ്, ഇവിടെ ടൈമർ ഇങ്ങനെ കാണിച്ച് അതിങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കും. ഇത് നമുക്ക് റെക്കോർഡിങ് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഇത് ഇവിടെ തന്നെ ആ റെക്കോർഡിങ്ങിൻ്റെ ബട്ടണിൽ ഒന്നും കൂടി പിടിച്ച് ഞെക്കിയാൽ മതി. അപ്പോൾ അത് സ്റ്റോപ്പായി. അതിനനുസരിച്ച് ഇവിടെ റെക്കോർഡിങ്, ഇവിടെ ടൈമർ ഇങ്ങനെ കാണിച്ച് അതിങ്ങനെ മൂവ് ആയി. അതുപോലെ തന്നെ അത് ഓട്ടോമാറ്റിക്കലി പ്ലേ ആവുകയും ചെയ്യും. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ടത്, അത് വേറെ പാട്ടുകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അത് ഓട്ടോമാറ്റിക്കലി ആ റെക്കോർഡ് ചെയ്ത സാധനം തന്നെ പെട്ടെന്ന് തന്നെ പ്ലേ ആവുന്നത്. അപ്പോൾ നമ്മളിത് ഏത് ഫോർമാറ്റിലാണ് സേവ് ആവുന്നതെന്ന് ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ നമ്മൾ പെൻഡ്രൈവ് ജസ്റ്റ് ഇത് ഊരി എടുക്കുന്നു, ഇത് ഇവിടെ ഓഫ് ആക്കുന്നു, അത് നമ്മുടെ ലാപ്പിലേക്ക് കണക്ട് ചെയ്യുവാണിത്. അപ്പോൾ അത് നമ്മൾ പെൻഡ്രൈവ് കണക്ട് ചെയ്തിട്ടുണ്ട്. സോണിയുടെ 8 GB പെൻഡ്രൈവ് ആണ് അത് കണക്ട് ചെയ്ത്. അപ്പോൾ അത് ഇങ്ങനൊരു ഫോൾഡറിലായിരിക്കും അതൊന്ന് സേവായി കിടക്കുന്നത്, നമ്മൾ റെക്കോർഡ് ചെയ്ത സൗണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് അതിലങ്ങ് ഞെക്കുക, ഓപ്പൺ ചെയ്ത് നമ്മൾ നേരത്തെ റെക്കോർഡ് ചെയ്ത സൗണ്ട് ഇവിടെ കിടപ്പുണ്ട്. അത് വേവ് ഫോർമാറ്റിലാണ് സൗണ്ട് റെക്കോർഡായിരിക്കുന്നത്, നമ്മുടെ MP3 അല്ല, വേവ് ഫോമിലാണ് സൗണ്ട് റെക്കോർഡായിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അത് ഇപ്പോൾ ഇവിടെ റെക്കോർഡിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മൾ ഈ എത്ര നേരം റെക്കോർഡ് ആവുന്നോ അതിനനുസരിച്ച് ഇവിടെ റെക്കോർഡിങ്, ഇവിടെ ടൈമർ ഇങ്ങനെ കാണിച്ച് അതിങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മുടെ റെക്കോർഡിങ് സൗണ്ട് ഇങ്ങനെയാണ് വർക്ക് ആവുന്നത്. ഞാൻ എന്തായാലും റെക്കോർഡിങ് ഇതിൽ സജസ്റ്റ് ചെയ്യത്തില്ല. അതിൽ നമ്മുടെ ഫോണിലാണ് കുറച്ചും കൂടി കംഫർട്ടബിളും അതുപോലെ തന്നെ ഈസി ടു ഹാൻഡിലൊക്കെ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ അഡീഷണൽ ഒരു മൈക്ക് മേടിക്കുക, അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ സമയത്തിൻ്റെ പരിമിതികൾ കൊണ്ട് നമ്മൾ അധികം കമൻസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. മെയിനായിട്ട് ആൾക്കാർ ചോദിച്ചാൽ 2 എടുത്തുള്ളൂ, ബാക്കി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പം പോരാത്തതിന് നമ്മൾ ഫോൺ റെക്കോർഡ് ചെയ്യുന്നത് അപ്പുറത്തെ വീട്ടിലാണ്. അപ്പോൾ അവർ പെട്ടെന്ന് അത്യാവശ്യമായിട്ട് ഫോൺ വേണമെന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് നേരമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഈ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാന്നുള്ളൊരു രീതിയിലാണ് 2 മാത്രം നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. പ്രത്യേകിച്ച് ഈ സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്നവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും അവർക്ക്. പിന്നെ ആൾക്കാർക്ക് എടുക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നല്ലൊരു സ്പീക്കർ തന്നെയാണ്. ഞാനിപ്പം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 8 മാസത്തിനടുത്തായി. എന്നാലും എനിക്കിതിൽ നിന്ന് ഒരു പോരായ്മ എനിക്ക് തോന്നിയിട്ടില്ല ഇതിൽ. കാരണം സൗണ്ട് നല്ല സൗണ്ട് വർക്കും കാര്യങ്ങളൊക്കെയാണ്. നമ്മളൊരു സ്പീക്കറായിട്ട് യൂസ് ചെയ്യാൻ നേരത്ത് എന്തുകൊണ്ട് നല്ലതാണ്. ഞാൻ റെക്കോർഡിങ്ങിൻ്റെ അത് ഞാൻ പറയുന്നില്ല അത്, പക്ഷേ സ്പീക്കർ വൈസ് നോക്കുമ്പോൾ നല്ലൊരു സാധനമാണ്. അപ്പം മാക്സിമം എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുക. അപ്പം താങ്ക് യു. ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ ആദ്യം പറയാൻ പോകുന്നത് ഇത്രയാണ് ഈ വീഡിയോയിൽ, അത് പറഞ്ഞു. ഇത് കാര്യമാണ്.